ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഗ്രൂപ്പുകളുടെ നിഴലായി നടന്ന ഒരാൾ പെട്ടെന്ന് ഇൻഡിവിജ്വൽ പ്ലെയർ ആവുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് ലൈവിനകത്ത് കണ്ടത്. പ്രവീണുമായിട്ടും മസ്താനിയുമായിട്ടും അതേപോലെ അക്ബറുമായിട്ടും ആര്യനുമായിട്ടും ജിസയിലുമായിട്ടും ഒക്കെ ഈ പറയുന്ന മത്സരാർത്ഥി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആയിട്ട് സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് മറ്റാരുമല്ല, ബിന്നിയാണ്. ലൈവില് കുറച്ചു നേരം മുമ്പ് ഒരു വഴക്ക് നടന്നിരുന്നു. കിച്ചൺ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു വഴക്കാണ്. ആരെന്തോ ഒരു സാധനം എടുത്തുന്ന ഫുഡ് പരമായിട്ടുള്ള വഴക്കുകളാണ് ഈ 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നത്. ആ വഴക്കാളി കത്തിക്കാൻ മുൻപന്തിയിൽ തന്നെ ബിന്നി ഉണ്ടായിരുന്നു. ഈ ഒരു 2 ദിവസമായിട്ട് ബിന്നി വളരെ ആക്റ്റീവാണ്. ഈ ഒരു വഴക്കും ഇതിലെ ബിന്നിയുടെ ആ ഒരു ഫയറും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എത്രത്തോളം കാണിക്കും എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ രീതിയിൽ തന്നെ തുടക്കം മുതൽ മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ സേഫ് ഗെയിമർ എന്നൊരു ചീത്തപ്പേര് കേൾക്കേണ്ടി വരില്ലായിരുന്നു. പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഉച്ചത്തിൽ പ്രതികരിക്കുന്നവരെയാണ് പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെയുള്ളവരെയാണ് പ്രേക്ഷകർ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അക്ബറിന്റെ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തതും 2 പേര് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തീരുമാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ 2 ദിവസമായിട്ട് ലൈവിനകത്ത് കാണുന്നത്. ഇന്നലത്തെ റനയുടെയും ബിന്നിയുടെയും ആ ഒരു സംസാരത്തിൽ തന്നെ ഇത് വ്യക്തമായിരുന്നു. ഒരു പുറത്തുള്ള കാര്യങ്ങൾ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം ഏകദേശം നല്ല രീതിയിൽ തന്നെ അറിഞ്ഞു. പുറത്ത് ആർക്കാണ് സപ്പോർട്ട്, എന്താണ് പുറത്തെ അവസ്ഥ, ഏത് രീതിയിലാണ് ഷോയെ പ്രേക്ഷകർ എടുത്തിരിക്കുന്നത്, ആരൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ്, എല്ലാത്തിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അക്ബറിനെതിരെ ഗെയിം കളിക്കാനായിട്ട് ബിന്നിയും റനയും തുനിഞ്ഞു തന്നെ അങ്ങ് ഇറങ്ങിയത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.